കർണാടകയിൽ ഇസ്രയേൽ വിനോദസഞ്ചാരിയും ഹോം സ്റ്റേ ഉടമയും കൂട്ടബലാത്സംഗത്തിനിരയായി ഇവർക്കൊപ്പമുണ്ടായിരുന്ന അമേരിക്കൻ പൗരനടക്കം 2 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ഒഡീഷ സ്വദേശികളായവരുടെ മൃതദേഹം കനാലിൽ നിന്ന് ലഭിച്ചു. ബാംഗ്ലൂരുവിൽ നിന്ന് 350 കിലോമീറ്റർ അകലെയുള്ള കൊപ്പിലാണ് സംഭവം. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദൻ, എന്താണ് സംഭവിച്ചത്? മറ്റു വിശദാംശങ്ങളും കൂടി. ദേവിക, ഒരു ഇസ്രേലി വനിതയും ഇവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേ ഉടമയും ചേർന്ന് ഈ വ്യാഴാഴ്ച രാത്രി ഏതാണ്ട് 11:30 ഈ കർണാടകയിലെ ബംഗളൂരിൽ നിന്നും ഏതാണ്ട് 350 കിലോമീറ്റർ അകലെയുള്ള കൊപ്പലി എന്നുള്ള ജില്ലയിലെ സനാപൂരിന് സമീപമുള്ള തുംഗഭദ്ര ലെഫ്റ്റ് ബാങ്ക് കനാലിന് സമീപം നക്ഷത്ര നിരീക്ഷണത്തിനായി എത്തിയത്. ഇവർക്കൊപ്പം അമേരിക്കയിൽ നിന്നുമുള്ള ഒരു ഡാനിയൽ, മഹാരാഷ്ട്രക്കാരനായ ഒരു പങ്കജ്, ഒഡീഷയിൽ നിന്നുമുള്ള വിഭാഷ് എന്നിവരും ഉണ്ടായിരുന്നു. ശരി, കർണാടകയിൽ ഇസ്രയേൽ വിനോദസഞ്ചാരിയും ഹോം സ്റ്റേ ഉടമയും കൂട്ടബലാത്സംഗത്തിനിരയായി എന്ന റിപ്പോർട്ടാണ് 2 മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന അമേരിക്കൻ പൗരനടക്കം 2 പേർ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഒഡീഷ സ്വദേശിയായ ഒരാളുടെ മൃതദേഹം കനാലിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് 350 കിലോമീറ്റർ അകലെയുള്ള കൊപ്പിലാണ് സംഭവം. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.